സ്റ്റുഡന്റ് വിസയിൽ കുറച്ച് മാറ്റങ്ങൾ ഗവൺമെന്റ് ഓഫ് കാനഡ കൊണ്ടുവരികയാണ്. 2024 ജനുവരി മുതൽ $20,635 കനേഡിയൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഗവൺമെന്റ് ഓഫ് കാനഡ ഒരു പുതിയ ക്യാപ് സിസ്റ്റം കൊണ്ടുവന്ന് ഏകദേശം 35% വിസകൾ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 3,60,60,000 വിസകളാണ് 2024 സ്റ്റുഡന്റ് കാറ്റഗറിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു 65% ആളുകളെ കൊണ്ടുവരാൻ അവർ കട്ട് ഷോട്ട് ചെയ്യും. കാരണം അത്രത്തോളം അവിടെ പോപ്പുലേഷൻ ആയി. അവർക്ക് അക്കോമഡേഷന്റെ പ്രോബ്ലം ഉണ്ട്, അവർക്ക് പുതിയ കൺസ്ട്രക്ഷൻസ് വരണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്? കാര്യം അവർ ഇത്രയും ഷോർട്ട് ചെയ്തില്ല. ഇനി പോകുന്ന സ്റ്റുഡൻസ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ കോഴ്സിന് അവിടെ ജോലിയുണ്ട്. ജോലി കിട്ടാത്തൊരു കോഴ്സാണ് അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ഒരു ഏരിയയിലാണ് അവർ പഠിക്കാൻ പോകുന്നതെങ്കിൽ അവരത് കൺട്രോൾ ചെയ്ത് തന്നെ വേണം അവർ കോഴ്സ് സെലക്ഷൻ ചെയ്യാൻ. വളരെ ഇമ്പോർട്ടൻ്റ്. കാനഡയിൽ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അറൌണ്ട് 20-25 ലാക്സോളം പല സ്റ്റുഡൻസും അവർ ചില കോഴ്സിനൊക്കെ മുടക്കുന്നുണ്ട്. 2 വർഷം പഠിക്കുന്ന സ്റ്റുഡന്റിന് 3 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാതെ വേറെ മാർഗമില്ല. മലയാളികളുടെ കനേഡിയൻ സ്വപ്നങ്ങൾക്ക് 50 വർഷത്തിലേറെ പാരമ്പര്യമുണ്ട്. ആ സ്വപ്നത്തിന് കൂട്ടായ ട്രിവാൻഡ്രം ആംസ്റ്ററിനെ കുറിച്ച് പരിചയപ്പെടാം. ബിഹൈൻഡ് വുഡ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിഷ സൈന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനേഡിയൻ എമിഗ്രേഷനെ കുറിച്ച് കുറച്ചധികം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ആശങ്കകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കനേഡിയൻ CICC രജിസ്റ്റേർഡ് ആംസ്റ്റർ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ മിസ്റ്റർ അജു മാത്യു സാറാണ്. സാറിന് നമുക്ക് പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇപ്പോൾ കനേഡിയൻ എമിഗ്രേഷനെ കുറിച്ച് കുറെ അധികം ആശങ്കകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കാനഡ ഇമിഗ്രേഷൻ മൊത്തത്തിലല്ല, സ്റ്റുഡന്റ് വിസയിൽ കുറച്ച് മാറ്റങ്ങൾ ഗവൺമെന്റ് ഓഫ് കാനഡ കൊണ്ടുവരികയാണ്. 2024 മുതൽ ആ മാറ്റങ്ങൾ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം കൊണ്ടുവന്ന മാറ്റം, കാനഡ ഗവൺമെന്റിൽ നമ്മൾ സ്റ്റഡി വിസ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ GIC എന്ന് പറയുന്ന ഒരു ഫണ്ട് ഡെപ്പോസിറ്റ് കാണിക്കണം. ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുക. അതായത് ഒരു സ്റ്റുഡന്റ് കാനഡയിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കാണിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് കാനഡയുടെ ഒരു ബാങ്കിൽ ഓൺലൈനായിട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരാൾ സ്കോഷ്യ ബാങ്കിൽ ഒരു ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഒരു $1 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അത് അവര് ഇനി മുതൽ 2024 ജനുവരി മുതൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത് $20,635 കനേഡിയൻ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് ഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. 10,000 എന്ന്. അതാണ് ആദ്യം വന്ന ഏറ്റവും വലിയ മാറ്റം. അപ്പോൾ ഇന്ത്യൻ മണി ഏകദേശം ഒരു 10 ലാക്സോളം. അതിന് കൂടുതൽ ഒരു ട്രാൻസാക്ഷൻ ഫീസ്, അതിന്റെ വിനിമയ മാറ്റങ്ങളൊക്കെ നോക്കുമ്പോൾ അറൌണ്ട് ഒരു 10 ലാക്സിന് മുകളിൽ ഈ ഡെപ്പോസിറ്റ് കാണിക്കണം. നേരത്തെ അത് 5 ലക്ഷത്തിന് 5.5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തിനുള്ളിലായിരുന്നു. ഇതാണ് ആദ്യത്തെ മാറ്റം. ഇപ്പോൾ ഗവൺമെന്റ് ഒരു ക്യാപ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 35% ഓഫ് നമ്മുടെ വിസ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യെസ്, 2023 കമ്പയർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഓഫ് കാനഡ ഒരു പുതിയ ക്യാപ് സിസ്റ്റം കൊണ്ടുവന്ന് ഏകദേശം 35% വിസകൾ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനകത്ത് ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ 2023 ഒരു 5 ലക്ഷത്തിന് മുകളിൽ സ്റ്റുഡൻസ് ആണ് കാനഡയിൽ എത്തിയത്. അപ്പൊ അതിൽ 35% കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു 3,60,60,000 വിസകളാണ് 2024 ഗവൺമെന്റ് ഓഫ് കാനഡ സ്റ്റുഡന്റ് കാറ്റഗറിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റെസ്ട്രിക്ഷൻസ് ആണ് അവർ ആദ്യമേ എടുത്തൊരു തീരുമാനമാണ്. അപ്പം അതിൽ പല കാരണങ്ങളുണ്ട്. ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനുള്ള കാരണം അവരുടെ സോഷ്യൽ പ്രോബ്ലംസ്, മേ ബി അക്കോമഡേഷന്റെ പ്രശ്നങ്ങൾ, സ്റ്റുഡൻസിന് കൃത്യമായ പാർട്ട് ടൈം ജോബുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അവർ ആദ്യമേ എടുത്തൊരു തീരുമാനം ഈ ക്യാപ് സിസ്റ്റം കൊണ്ടുവന്ന് നിലവിലെ വിസയിൽ നിന്ന് 2024 എത്തുമ്പോൾ ഇനി 35% കട്ട് ഷോട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ 35% സ്റ്റുഡൻസിനാണ് വിസ കൊടുക്കുന്നത്. അത് എങ്ങനെയായിരിക്കും അവരത് കൊടുക്കുന്നത്? എങ്ങനെയായിരിക്കും? അപ്പൊ അതിനൊരു പ്രത്യേക സിസ്റ്റം, ഒരു നയം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ 2023 എന്ന് പറയുന്നത് ഒരു കാനഡ ക്യൂബക് എന്ന പ്രൊവിൻസ് ഒഴിച്ച് ബാക്കി ഏത് പ്രൊവിൻസിലും വിസ ആപ്ലിക്കേഷന് ഒറ്റ പാത്വേ ആയിരുന്നു. അവർ നേരിട്ട് ഫെഡറൽ ഗവൺമെന്റിന്റെ വിസ സിസ്റ്റം വഴി അവർ വിസ SDS, നോൺ SDS, ഇതാണ് കാറ്റഗറിയുടെ പേര്. അവർ നേരിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അവർ അവരുടേതായ വിസ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. ആ സബ്മിഷൻ കഴിഞ്ഞ് ഫെഡറൽ ഗവൺമെന്റ് വിസ ആപ്ലിക്കേഷൻ സക്സസ് ആക്കുന്നു. ഇതാണ് സിസ്റ്റം. ഇനി അവരതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഇനിയും ക്യൂബക് സിസ്റ്റം, അതായത് ക്യൂബക്കിൽ ഉള്ളത് പോലെ തന്നെ ഒരു സെയിം സിസ്റ്റം
ഈ മാർച്ച് 31 ഓൺവേർഡ്സ് എല്ലാ പ്രോവിൻസുകളും കൊണ്ടുവരാൻ പോവുകയാണ്. പ്രോവിൻസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ആ സിസ്റ്റം കൊണ്ടുവരുന്നത്. പ്രോവിൻസുകളുടെ അടിസ്ഥാനത്തിൽ PAL പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ ഓരോ സ്റ്റുഡൻറ്റും ആദ്യമേ വിസയ്ക്ക് മുമ്പ് ഓരോ പ്രോവിൻസിൽ നിന്നും നേടിയെടുത്ത ശേഷമായിരിക്കും അവർ വിസയ്ക്ക് ആപ്ലിക്കേഷൻ നൽകുക. ഓരോ പ്രോവിൻസിനും ഇനി ചിലപ്പോൾ കോട്ടകൾ വരാം. ഇത്ര ശതമാനം സ്റ്റുഡൻസിന് നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ. നോട്ട് ഫ്രം ഇന്ത്യ, യൂണിവേഴ്സലായിട്ട്, അതായത് അവിടെ കാനഡയിലേക്ക് എവിടുന്ന് പോകുന്നതാണെങ്കിലും ഈ ഒരു സിസ്റ്റം ആയിരിക്കും ഇനി അവർ മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ല, ഇത് മുഴുവനായാണ് അവർ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് ചിലപ്പോൾ ഇനി യൂണിവേഴ്സിറ്റീസിലും അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കോട്ടകൾ വരാം. പ്രൊവിൻസിന് ഇത്ര മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒന്റാരിയോ പ്രോവിൻസ് കഴിഞ്ഞ വർഷം അപേക്ഷിക്കുമ്പോൾ അവർ ഇനി ഒരു 65% ആളുകളെ കൊണ്ടുവരാൻ അവർ കട്ട് ഷോട്ട് ചെയ്യും. കാരണം അത്രത്തോളം അവിടെ പോപ്പുലേഷൻ ആയി. അവർക്ക് അക്കോമഡേഷന്റെ പ്രോബ്ലം ഉണ്ട്, അവർക്ക് പുതിയ കൺസ്ട്രക്ഷൻസ് വരണം. അപ്പൊ എവിടെയൊക്കെയാണോ പോപ്പുലേഷൻസ് കൂടുതലുള്ളത്, സ്റ്റുഡൻസ് കൂടുതലായി എത്തി, ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഉള്ളിടത്ത് അതിനെ ഒന്ന് ക്രമീകരിച്ച ശേഷം മാത്രമേ, ഒരു 2 വർഷമാണ് അവർ വേണ്ടി ഇവരെടുത്തിരിക്കുന്ന സമയം. ഈ 2 വർഷത്തിന് ശേഷം പഴയ പോലെ തന്നെ ആവും. പക്ഷേ ഈ 2 വർഷം അവരൊന്ന് കൺട്രോൾ ചെയ്യുന്നത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്? കാര്യം അവർ ഇത്രയും ഷോർട്ട് ചെയ്തില്ല. അതെ. അപ്പം എല്ലാവർക്കും കാനഡയിൽ പോകണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് പെട്ടെന്ന് കാനഡയിലേക്ക് പോകുക എന്നുള്ളത് സ്റ്റുഡൻസ് ഒക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരും. അവരിനി പോകുമ്പോൾ കൃത്യമായൊരു പ്ലാനിങ്ങിലൂടെ പോകണം. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വേറൊരു ന്യൂസ് ആണ്, ജോലി കിട്ടുന്നില്ല, അതേപോലെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്, അക്കോമഡേഷൻ പ്രോബ്ലംസ് ഉണ്ട്, പാർട്ട് ടൈം ജോബുകളുടെ അഭാവങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ട്. ഇന്ന് സ്റ്റുഡൻസും അവരുടെ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, അപ്പോൾ അവരൊക്കെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം നമ്മൾ കാണുന്നത്, ഈ +2 ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കയറി പോകുന്ന സ്റ്റുഡൻസ് അവരെടുക്കുന്ന കോഴ്സുകൾ അവരുടെ ഫ്യൂച്ചറിൽ ജോലിക്ക് സാധ്യതയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ, അവർ +2 കഴിഞ്ഞ് കാനഡയിൽ ഒരു 20-25 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത് ആ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രാജ്യത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ് അവരടുത്ത കോഴ്സ് പഠിച്ച ശേഷം പാർട്ട് ടൈം ജോലി ചെയ്യാം. 20 hours അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നിയമപരമായ സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്യാം. അതിനുശേഷം കിട്ടുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് സമയത്ത്, അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് സമയത്ത് അവരൊരു ജോലി കണ്ടെത്തണം. ആ ജോലി കണ്ടെത്തിയെങ്കിൽ മാത്രമേ അവർക്ക് പെർമനന്റ് റെസിഡൻസി എന്നൊരു പാത്വേയിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് വലിയൊരു ഘടകമാണ്. അപ്പം ഇനി പോകുന്ന സ്റ്റുഡൻസ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഈ കോഴ്സിന് അവിടെ ജോലിയുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് ഇതൊക്കെ അവർക്ക് ഓൺലൈൻ നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ വന്ന് നിങ്ങളോട് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു സെമിനാറിൽ പങ്കെടുത്തു, അപ്പൊ അവർ വന്നില്ല, ഇതൊക്കെ നടക്കുന്നല്ല. നിങ്ങളും സെൽഫ് റിസർച്ച് സ്റ്റുഡൻസ് ചെയ്ത് മാത്രമേ ഒരു കാനഡിയൻ കോഴ്സ് തിരഞ്ഞെടുക്കാവൂ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാവൂ. അവിടെ ഫ്യൂച്ചറിൽ ജോലി കിട്ടാത്തൊരു കോഴ്സാണ്, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ഒരു ഏരിയയിലാണ് അവർ പഠിക്കാൻ പോകുന്നതെങ്കിൽ അവരത് കൺട്രോൾ ചെയ്ത് തന്നെ വേണം അവർ കോഴ്സ് സെലക്ഷൻ ചെയ്യാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതിയ അപ്ഡേറ്റ് പ്രകാരം എങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്റ്റുഡൻസ് കൂടുതൽ ചൂസ് ചെയ്യേണ്ടത്? കാനഡയിലുള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് 2ആയിട്ട് തരാം, അല്ലെങ്കിൽ കോളേജുകളെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. പ്രൈവറ്റ്, പബ്ലിക്. മൂന്നാമതൊരു തരമുണ്ട്, അത് അധികാരം ശ്രദ്ധിക്കാത്തതാണ്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഫണ്ട് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പൊ ഇനി മുതൽ ഗവൺമെന്റ് ഓഫ് കാനഡ പറയുന്ന നിർദ്ദേശം എന്ന് പറയാം, പുതിയ അപ്ഡേറ്റിൽ വരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, ഓൾറെഡി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന ആളുകൾക്ക് നേരത്തെയുള്ള നിയമം തന്നെയായിരുന്നു, അവർക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. അതേപോലെ തന്നെ പുതിയ നിയമപ്രകാരം ഈ പറയുന്ന പബ്ലിക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും രണ്ടും കൂടെ ചേർന്ന് കൊളാബായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പഠിക്കുന്നവർക്കും പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. അതേപോലെ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഇതൊക്കെ അവർക്ക് ഓൺലൈൻ സെർച്ച് ചെയ്യാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്യമായ ഇമിഗ്രേഷൻ സ്റ്റഡി പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലോ ബന്ധപ്പെട്ടാലും അവർക്ക് ആംസ്റ്റർഡമായി ബന്ധപ്പെട്ടാലും അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കും എന്താണ് ഈ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ പറയുന്ന പബ്ലിക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിന്റെ ലിസ്റ്റ് ഓൾറെഡി ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ വരാത്തവർക്കും ഓൾറെഡി പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് അവർ 2 വർഷം പഠിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ജീവിക്കുക എന്നുള്ളത്. അല്ല, 1 വർഷം പഠിക്കുന്നവർക്ക് അവിടെ വീണ്ടും ജീവിക്കുക എന്നുള്ളത്. ആ ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു കനേഡിയൻ ലൈഫ് അവർക്ക് ഉണ്ടാവുള്ളൂ. പഠനം കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിൽ അവർക്ക് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ കാനഡയിൽ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അറൌണ്ട് 20-25 ലാക്സോളം പല സ്റ്റുഡൻസും അവർ ചില കോഴ്സിനൊക്കെ മുടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത്, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ആ രാജ്യത്ത് സ്റ്റേ ബാക്ക് കിട്ടുകയും
സ്റ്റേ ബാക്ക് സമയത്ത് അവരുടേതായ മേഖലയിൽ ഒരു ജോലി കണ്ടെത്തുകയും, ജോലി എന്ന് പറയുന്നത് കാനഡ ഗവൺമെന്റിന്റെ ഒരു ഇമിഗ്രേഷൻ നയത്തിൽ പറയുന്ന കാര്യമാണ്. അവർ ജോലി കണ്ടെത്തുന്നത് ഡെസിഗ്നേറ്റഡ് ആയ ജോലികൾ കണ്ടെത്തണം. അതായത് അവിടുത്തെ NOC, നാഷണൽ ഒക്കുപേഷൻ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ TER നമ്പർ ബേസ് ചെയ്ത് അവർ പഠിച്ചതിനെയും അവരുടെ പണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ജോലി കണ്ടെത്തണം എന്നാണ്. അതിനുശേഷം അവർക്ക് PR-ലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 വർഷത്തെ, അതായത് 2 വർഷം പഠിക്കുന്ന സ്റ്റുഡന്റിന് 3 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാതെ വേറെ മാർഗമില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യണം. എന്തായാലും മാർച്ച് 31 ശേഷം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൃത്യമായി പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടുന്നതെന്ന് ഗവൺമെന്റ് ഓഫ് കാനഡ റിലീസ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു ക്ലിയർ പിക്ചർ നമുക്ക് 2024 മാർച്ചിന് ശേഷം അറിയാൻ സാധിക്കും. അതിനുശേഷം മൂവ് ചെയ്യുന്നതായിരിക്കും. സെപ്റ്റംബർ ഇന്ത്യക്ക് പഠിക്കാൻ പോകുന്നവർ അതിനുശേഷം മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഇല്ലാത്ത കോളേജുകൾ ചൂസ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റുഡൻസിന് നിലവിലെ നിയമപ്രകാരം കം ബാക്ക്, അതല്ലാതെ വേറൊരു നിവർത്തിയില്ല. നിലവിൽ അത് അവർക്ക് ഓൾറെഡി അറിയാം. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർക്ക് ഈ പറയുന്നത് തിരഞ്ഞെടുക്കുമ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഇല്ലെന്നാണ്. മേ ബി അവരവിടെ ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും. അവരൊരു ഇമിഗ്രേഷൻ ലോയറെ കാനഡയിൽ തന്നെ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരിക്കലും ഓൺലൈനിൽ കിട്ടുന്ന ഇൻഫർമേഷൻ അവർ എടുക്കരുത്, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ഫ്രണ്ട്സോ പറയുന്ന അഡ്വൈസുകൾ സ്വീകരിക്കരുത്. അവര് നിയർ ബൈ ആയിട്ടുള്ള കാനഡ ഗവൺമെന്റിന്റെ CICC രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന് അവിടെ ഉണ്ട് നിയമപരമായിട്ട്. ഇനി അവർക്ക് തിരിച്ചു വരണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, PR-ലോട്ട് മാറാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് അഡ്വൈസ് എടുത്ത ശേഷമേ അവർ ഈ ഒരു നാട്ടിലേക്ക് പോവോ അല്ലെങ്കിൽ പുതിയ കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എടുക്കുകയോ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇയർ പോയ സ്റ്റുഡൻസിനും ഇത് ബാധകമാണോ? ഇത് പുതിയ അപ്ഡേറ്റ് ആണ്. ഇനി മുതലുള്ള അപ്ഡേറ്റുകളാണ് പറയുന്നത്. ഇനി ഇമിഗ്രേഷൻ നയമാണ്, അവർക്കത് മാറ്റാം. എന്തായാലും നിലവിലെ സ്റ്റുഡൻസും പേരൻസും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവരെടുത്തിരിക്കുന്ന കോഴ്സ് കറക്റ്റ് ആണ്, അവരെടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ആണ്. അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന റെസിഡൻസിയും ലൈഫും ഒക്കെ അവിടെ ഉണ്ടാവും. അതായത് ഈ വർഷം കോഴ്സ് കഴിഞ്ഞാലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് നിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പക്കയാണെങ്കിൽ അത് ഉണ്ടായി. അപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒന്നുകിൽ ഞങ്ങളുടെ ഓഫീസ് കാനഡയിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിയർ ബൈ ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ, ഒരിക്കലും അവിടെ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ഒക്കെ പറയുന്നതായ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയോ കാനഡ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവരുടെ അസസ്മെന്റ് എടുത്ത ശേഷം മൂവ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഫാമിലി ആയിട്ട് ഇപ്പോൾ കാനഡയിലോട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് പഠിക്കാനായിട്ടാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ടോ? സ്റ്റുഡന്റ് വിസയിൽ ധാരാളം പേര് കാനഡയിൽ ഫാമിലിയായി പഠിക്കാൻ പോകുന്നുണ്ട്. സ്റ്റുഡന്റ് പഠിക്കുന്നു, സ്പൗസ് ഒരു ഫുൾ ടൈം വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യുന്നു, കുട്ടികളുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ പോകുന്നു. ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അവർക്ക് ഈസി ആയിട്ടുണ്ട്. എന്തുകൊണ്ട് സ്റ്റുഡന്റ് വിസ എടുക്കുന്നുള്ള കാരണം ഇതാണ്. അവർക്ക് ഈസി ആയിട്ട് മറ്റുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാമിനെ പോലെ അല്ലാതെ പെട്ടെന്ന് പോകാൻ സാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പുതിയ അപ്ഡേറ്റ് അവർക്ക് നിരാശയാണ്. ഇനി മുതൽ സാധാരണ കോഴ്സുകൾക്കൊന്നും, സാധാരണ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ചൂസ് ചെയ്യുന്നത് ഡിപ്ലോമ പ്രോഗ്രാമുകളാണ്, PG ഡിപ്ലോമ, ഇന്നതൊന്നുമില്ല. പല സ്ട്രീമിലുള്ള ഡിപ്ലോമ കോഴ്സുകളാണ്. അതിനൊന്നും ഇനിയും സ്പൗസ് വിസ കിട്ടില്ല. അവർക്ക് സ്പൗസുമായിട്ട് പോകാനുള്ള ആ ഓപ്ഷൻ ഗവൺമെന്റ് ഓഫ് കാനഡ ഈ ഒരു ഇമിഗ്രേഷൻ നയത്തിലൂടെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പക്ഷേ റെസ്ട്രിക്ട് ചെയ്യാത്തൊരു മേഖലയുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ പോകുന്നവർ, PhDക്ക് പോകുന്നവർ, അതേപോലെ തന്നെ സയൻസ്, ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷന് പോകുന്ന ആളുകൾക്ക് ഈ പറയുന്ന സ്പൗസിനുമായി തന്നെ കാനഡയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞു പബ്ലിക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ PhD ചെയ്യുന്നവർക്ക് ഈ 2 കോളേജ് അല്ലെങ്കിൽ ഈ 2 യൂണിവേഴ്സിറ്റീസും ഇത് അവൈലബിൾ ആണോ ഇങ്ങനെ പോകുന്നത്? ഈ പറയുന്ന ഏത് കോഴ്സ് എടുത്താലും മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ലെവലുള്ള ആണെങ്കിൽ ഈ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് യൂണിവേഴ്സിറ്റിയിലും, അത് ആദ്യമേ പറഞ്ഞ കാര്യം അതാണ്. ഈ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി അത് മാർച്ച് 31 വരെ വെയിറ്റ് ചെയ്തിട്ട് ക്ലിയർ പിക്ചർ കിട്ടും. ഇപ്പോൾ ഒരു നിയമനിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ്. 2 വർഷത്തേക്ക് വേണ്ടി ക്യാപ് പ്രോഗ്രാംസ് ഒക്കെ അവർ ചെയ്യുകയാണ്. അപ്പോൾ ഈ മാർച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ മാർച്ചോടെ നമ്മളിത് അറിയും. ആ സമയത്ത് വരുന്ന കൃത്യം ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അത് നോക്കിയിട്ട് വേണം അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആപ്ലിക്കേഷൻസ് എടുക്കാൻ. അപ്പോൾ ഇനി 2024 സെപ്റ്റംബർ സ്റ്റഡീസിന് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കാനഡ എപ്പോഴും ഒരു അവസരങ്ങളുടെ രാജ്യമാണ്. ഓക്കെ, അവിടെ ഈ പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇത് ആദ്യമായി നടക്കുന്നതൊന്നുമല്ല. കാനഡയ്ക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പൂർവികർ 50 വർഷത്തിന്റെ ഒരു ഇമിഗ്രേഷൻ ചരിത്രമുള്ളൊരു നാടാണ് കാനഡ. അവിടെ നമ്മുടെ 2-3 തലമുറ എന്ന് മലയാളികൾ അവിടെ ഉണ്ട്. അപ്പോൾ ആവേശം കൊണ്ട് ഒരിക്കലും കാനഡയിലേക്ക് പോകാൻ ശ്രമിക്കരുത്. അത് ഏത് രാജ്യം വിദേശത്തോട്ട്, കാരണം കാനഡ ഇമിഗ്രേഷൻ എനിക്കൊരു 10 വർഷത്തോളം ഇപ്പം എക്സ്പീരിയൻസ് ആയി. പല ഇമിഗ്രേഷൻ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്ത് വന്ന ഒരാളാണ്.
ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കാനഡയിൽ സെറ്റിൽ ആയിരിക്കുന്ന. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പല ഭൂരിഭാഗം ആളുകളും കാനഡയിൽ നമ്മുടെ ക്ലയൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇവരോടൊക്കെ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്, 2 വട്ടം ആലോചിക്കുക. അപ്പം എനിക്ക് ഈ രാജ്യം പറ്റിയതാണോ ക്ലൈമാറ്റിക് വൈസ്, അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ഫീസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, പാർട്ട് ടൈം ജോലി കിട്ടിയ ശേഷം എനിക്ക് അവിടുത്തെ സർവൈവ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഇതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. കോഴ്സ് സെലക്ട് ചെയ്യുമ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സാണോ, ആ കോഴ്സുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, എനിക്കത് ആ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമോ, കാരണം ആ ജോലി അവർക്കൂടെ കണ്ടെത്തണം. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ്, എൻ്റെ ഫ്രണ്ട് ഒരു കോഴ്സ് എടുത്തു, അല്ല എൻ്റെ കസിൻ ഈ കോഴ്സാണ് എടുത്തത്, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നു അല്ല. നമുക്ക് ഇഷ്ടമുള്ള ഏതാണ്, നമുക്ക് ഏത് മേഖലയിൽ ആ കനേഡിയൻ ലൈഫ് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കോഴ്സ് എടുക്കുക. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞതായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ആവേശം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സമാധാനപരമായി നല്ലൊരു പ്രോവിൻസ്, എല്ലാവരും ഒൻറ്റാരിയോ പ്രോവിൻസിൽ മാത്രം ചിലർ പോവുള്ളൂ, എക്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ പഠിക്കുള്ളൂ. ഇതൊക്കെ മാറ്റിയിട്ട് കാനഡ എല്ലാ പ്രോവിൻസും, ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഫെഡറൽ ഗവൺമെന്റ് എല്ലാ പ്രോവിൻസിനെ ഒരുപോലെയാണ് കരുതുന്നത്. അപ്പൊ എല്ലാവർക്കും അവർ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള എല്ലാവരും പോകുന്ന പ്രോവിൻസുകൾ മാറി ചിന്തിച്ച് നിങ്ങൾക്ക് ആപ്റ്റായ പ്രോവിൻസുകൾ തിരഞ്ഞെടുക്കുക. കനേഡിയൻ ലൈഫ് സൂപ്പറാണ്. ഞാൻ എപ്പോഴും അവിടെ ജീവിക്കുന്നവരെ അറിയാം, നേരിട്ടറിയാം. കാരണം പെർമനന്റ് റെസിഡൻസിയാണ് എൻ്റെ ജോലി. സ്റ്റഡി വിസയേക്കാൾ അല്ലെങ്കിൽ സ്റ്റഡിയേക്കാൾ അത് കിട്ടി അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ ഒരു ടൈം ഫ്രെയിം എന്ന സർവൈവിങ് പീരീഡ് ഉണ്ട്. നമുക്ക് ഒരു ജോലി കണ്ടെത്തണം, അതിന് എപ്പോഴും അവിടുത്തെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മളും മാറണം. ചിലപ്പോൾ CV പോലും ഇന്ന് കൊടുത്ത CV ചിലപ്പോൾ നാളെ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല ഒരു ജോലി കണ്ടെത്താൻ. പാർട്ട് ടൈം ജോലി പോലും പെട്ടെന്ന് ആരും നമ്മളെ കൊണ്ട് തരില്ല. നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ഇതിന്റെയൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് 1-2 വർഷം സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന രാജ്യമാണ്. PR ഫ്രണ്ട്ലി കൺട്രി എന്ന് പറയുന്നത് വേൾഡിൽ ഇന്ന് കാനഡ തന്നെയാണ്. അപ്പോ കാനഡയിൽ പോകുന്നവർ തീർച്ചയായിട്ടും ആശങ്കപ്പെടെയല്ല വേണ്ടത്, അവർ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണല്ലേ വേണ്ടത് സാർ? പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ പറയുന്ന എല്ലാ ഇമിഗ്രേഷൻ കാര്യങ്ങളും ഒന്ന് പഠിച്ചിട്ട്, കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ, സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പഠനം ആവശ്യമാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആവേശം കാണിക്കാതിരുന്നാൽ സക്സസ് ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇനി നമ്മൾക്ക് അറിയേണ്ടത് കനേഡിയൻ PR-നെ കുറിച്ചും സെറ്റിൽമെന്റ്സിനെ കുറിച്ചുമാണ്. കാനഡയിൽ സ്റ്റഡി വിസ മാത്രമല്ല, സെറ്റിൽമെന്റും PR-ഉം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇനിയും അറിയാം.